ഓക്കെ. ഗുഡ് ഈവനിങ് ടു ഓൾ. ലിറ്റററി ലെൻസിന്റെ 6ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അറിവിന്റെ അല്ലെങ്കിൽ വായനയുടെ പുതിയ കവാടങ്ങൾ തുറക്കാനായിട്ട് ഇന്ന് മറ്റൊരു ദിനം കൂടി. ആദ്യമായി തന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ നസീർ അലി സാറിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ദിവസത്തെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെയുള്ള നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള ഡോക്ടർ KS കൃഷ്ണകുമാർ സാറാണ്. അദ്ദേഹം വളരെ അതിൽ പ്രതിഭയായിട്ടുള്ള മികച്ച എഴുത്തുകാരനാണ്. അദ്ദേഹം നമുക്കിന്ന് അദ്ദേഹത്തിന്റെ പുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഇന്ന് ഈ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്ത എല്ലാവരെയും വളരെ ഹാർദമായി തന്നെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സാർ. ഒരു മിനിറ്റ്. കൃഷ്ണകുമാർ സാറിനെ ഞാൻ പരിചയപ്പെടുന്നത് ഓൺലൈൻ വർക്ക്ഷോപ്പുകൾ കോവിഡ് സമയത്ത് നടത്തുന്നതിൻ്റെ ഒരു പഠിതാവായിട്ട് സാർ ജോയിൻ ചെയ്യുകയും വളരെ എന്തൂസിയാസ്റ്റിക് ലേണറായിട്ട് കാണപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് സാറുമായിട്ടുള്ള പരിചയം. കോവിഡ് കാലം മുതലാണ് തുടങ്ങുന്നത്. അതിൽ നിന്ന് ഇതുവരേക്കും നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാറ് കേവലം ഒരു അധ്യാപകൻ മാത്രമല്ല, നല്ലൊരു മാനുഷിക മൂല്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിക്കുന്ന നല്ലൊരു സാമൂഹ്യ ജീവിയായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. സാറിൻ്റെ കുട്ടികളോടൊത്തുള്ള ചിത്രങ്ങൾ, സന്ദേശങ്ങൾ, സ്റ്റാറ്റസ് അപ്ഡേറ്റ്സ്, അതുപോലെ സാർ എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സ്, അങ്ങനെയുള്ളതെല്ലാം വളരെ സാറിൻ്റെ ഉള്ളിലുള്ള മൂല്യം പുറത്ത് കാണിക്കുന്ന തരത്തിലുള്ള രീതിയിലാണ് എല്ലാം കാണപ്പെടാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ നമ്മുടെ ഈ ലിറ്റററി ലെൻസ് തുടങ്ങി 6ാമത്തെ എപ്പിസോഡിൽ തന്നെ അതിഥിയായി, അതും സ്വന്തം പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാൻ ലഭിച്ചു എന്നുള്ളത് നമുക്ക് വലിയ അഭിമാനമുള്ള കാര്യമാണ്. പിന്നെ സാറിൻ്റെ പല ചിന്തകളും നമുക്ക് വലിയ രീതിയിൽ നമ്മൾ സ്പർശിക്കുന്നതാണ്. സാറ് ഓരോ ദിവസവും ഓരോ ചെറിയ നുറുങ്ങ് ചിന്തകളുമായിട്ട് ഒരു പിടി ആളുകളെ ഉണർത്താറുണ്ട് എന്നുള്ളതാണ് സത്യം. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും മറ്റും അത് കേൾക്കുമ്പോൾ നമുക്ക് നമ്മളുടെയൊക്കെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷേ നമ്മൾ ഓർമ്മിക്കാത്തതോ അല്ലെങ്കിൽ ഓർമ്മിക്കാൻ ശ്രമിക്കാത്തതോ മറന്നുപോയതോ ഒക്കെ ആയിട്ടുള്ള പല കാര്യങ്ങളും ആ സാറിൻ്റെ ചെറിയ വരികളിലൂടെ അത് നമ്മുടെ ഉള്ളിലേക്ക് എത്തും. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അത്തരത്തിലുള്ള ചിന്തകളെയും മൂല്യങ്ങളൊക്കെ തൊട്ടുണർത്തും എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ള കുറേ ചിന്തകളുടെ ചെറിയ ചെറിയ വലിയ ചിന്തകളുടെ ഒരു സമാഹാരമാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാറിൻ്റെ ഇന്ന് നല്ലൊരു ദിവസമാണ് എന്നുള്ള പുസ്തകം. അപ്പോൾ സാറ് കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കും. സാറ് വളരെ സന്തോഷത്തോടു കൂടെ ഞാൻ സാറിനെ നമ്മുടെ ലിറ്റററി ലെൻസിൻ്റെ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. ഓവർ ടു യു സർ. വളരെ സന്തോഷം. എല്ലാ സൂം മീറ്റിലും ഗൂഗിൾ മീറ്റിലും ചോദിക്കുന്ന പോലെ കേൾക്കുന്നുണ്ടോ? വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നവർ അവിടുത്തെ സാഹചര്യങ്ങൾ അനുവദിക്കുമെങ്കിൽ വീഡിയോ ഓൺ ചെയ്ത് വെച്ചാൽ, ഇപ്പോ മുഹമ്മദ് അബ്ദുൽ റഹീം സാഹിബ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, നസീർ അലി സാറ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധിക്കുന്നവർ ഓൺ ചെയ്ത് വെക്കാം. അതൊരു അല്ലെങ്കിൽ പിന്നെ ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ളൊരു ധാരണയില്ലായ്മ വരും. പക്ഷെ ഒരു പരിമിതിയുണ്ട്. വൈകുന്നേരമാണ്, കുട്ടികളുടെ GB ഒക്കെ തീർന്നുണ്ടായിരിക്കും. എല്ലാവരുടെയും വീട്ടില് വൈഫൈ ഉണ്ടാവണമെന്നില്ല. അപ്പൊ എന്നിരുന്നാലും ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് മാത്രമുള്ളൂ. ആദ്യമേ നസീർ അലി സാറ് എനിക്കെതിരെ ആരോപിച്ച എല്ലാം, ഒരു സെക്കൻഡ്, നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ നസീർ അലി സാറ് എനിക്കെതിരെ ആരോപിച്ച എല്ലാ കാര്യങ്ങളും ഞാൻ തിരിച്ചങ്ങോട്ടും ആരോപിക്കുകയാണ്.
എന്നെക്കാളും മികച്ചൊരു പഠിതാവാണ് നസീർ അലി മാഷ്. മാഷിന്റെ ആ കോവിഡ് കാലത്തെ ഓൺലൈൻ ക്ലാസ്സുകൾ ലോകമെമ്പാടും ഒരു തരംഗമായിരുന്നു. ഒരുപക്ഷെ ലോകം മുഴുവനും നസീർ അലി സാറിന് ശിഷ്യഗണങ്ങളുണ്ട്. പ്രായത്തെക്കാൾ മികവുകളുടെ അക്കം കൂടുതലുള്ള ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. മാത്രമല്ല, നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്നതിലൊരു സന്തോഷവും അഭിമാനവും ലീഡ് ചെയ്യാനുള്ള ഒരു കഴിവ് മാത്രമല്ല, അത് കൃത്യമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ഒരാളുടെ കൂടെ നിൽക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു വലിയ മരത്തിന്റെ ചുവടെ നിൽക്കുമ്പോൾ വെയിലായാലും മഴയായാലും മഞ്ഞായാലും നമ്മളത് സംരക്ഷിക്കുമെന്നും നമുക്ക് അതിനപ്പുറത്തേക്ക് കുറെ കായ്ഫലങ്ങളൊക്കെ തരുമെന്നുള്ളതും ഭൂമിയുടെ ഒരു ചെറിയൊരു ആകൃതി നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എന്നതും നസീർ അലി പോലെയുള്ള അധ്യാപകരിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പൊ ഞാന് കുറെ ഓൺലൈൻ ക്ലാസ്സുകൾ ഇങ്ങനെ ഇപ്പൊ ചെയ്യുന്നതാണ്. വീഡിയോ ഓൺ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കഴുതയും ഓൺ ചെയ്യാറില്ല. ഇപ്പൊ പക്ഷെ നമ്മുടെ കുറെ സുഹൃത്തുക്കള് ആ വീഡിയോസ് ഓൺ ചെയ്ത് തന്നെ ആ ഒരു കൂടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു ഫിലോസഫി, ജീവിതത്തിന്റെ ഒരു ഫിലോസഫി നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതിനൊരു കാരണക്കാരൻ നസീർ അലി മാഷ് തന്നെ ആയിരിക്കുമെന്ന് തോന്നുന്നു. അധ്യാപക പരിശീലന കേന്ദ്രമായിട്ടുള്ള പൊന്നാനിയിലെ MI കോളേജിനെ കുറിച്ച് ഞാൻ വെറുതെ ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കിയപ്പോൾ അക്ഷരജാലം അല്ലെ, അങ്ങനെ ഒരു പുസ്തക പരിപാടി കഴിഞ്ഞ ദിവസങ്ങളിൽ സംഘടിപ്പിച്ചതായിട്ട് മനസ്സിലായി. അത് നമ്മുടെ ഇപ്പോ എല്ലാ വായിക്കാത്തവരും വായിക്കുന്നവനൊക്കെ പുസ്തകം കയ്യിൽ പിടിച്ച സെൽഫിയുടെ ഒരു സമയത്ത് വെറുതെ കാട്ടിക്കൂട്ടിയതല്ല വായന വാരത്തിന്റെ അക്ഷരജാലം എന്ന് മനസ്സിലായി. കാരണം പൊന്നാനിയിലെ സമീപത്തുള്ള നമ്മുടെ അടുത്തുള്ള എഴുത്തിന്റെ ഒരു സ്പന്ദനം നിലനിർത്തുന്ന ആളുകളെ വിളിച്ച് ആദരിക്കുകയും അവരുടെ എഴുത്തനുഭവങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടതായി കണ്ടു. KV നദീർ, അതുപോലെ ഇബ്രാഹിം പൊന്നാനി, ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. VV രാമകൃഷ്ണൻ മാഷ്, അവരൊക്കെ ഒത്തിരി എഴുത്തിനെ ആരാധിക്കുന്ന, അക്ഷരങ്ങളെ ആരാധിക്കുന്നവരാണ്. അവരെ നമ്മളുടെ സ്ഥാപനത്തിലേക്ക് വിളിച്ച് അവർക്ക് വേണ്ട ആദരവും അതേപോലെ അവരുടെ അനുഭവങ്ങൾ എന്താണെന്ന് വിശേഷങ്ങൾ അന്വേഷിക്കാനുള്ള ഒരു മനസ്സുണ്ടായല്ലോ നിങ്ങൾക്ക്, അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതിലൊതുങ്ങിയില്ല. ഒരു 2-ാം ദിവസത്തെ ഒരു പരിപാടിയായിട്ട് തൊട്ടടുത്തുള്ള സ്കൂളിലെ കുട്ടികളെ വിളിച്ച് ഒരു ക്വിസ് പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിച്ചതായി കാണുന്നുണ്ട്. അത് വെറും ഇമേജ് ബിൽഡിംഗ് പ്രോസസ്സായിട്ട് കണക്കാക്കുന്നില്ല, മറിച്ച് ആത്മാർത്ഥമായി എഴുത്തിനെയും പുസ്തകങ്ങളെയും ആരാധിക്കുന്ന ഒരു MI കോളേജിലുണ്ട് എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കിയത്. എന്തായാലും ഒരു വലിയ ഫിലോസഫി, ഒരു എഡ്യൂക്കേഷണൽ ഫിലോസഫി ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ശരിക്കും വൈകുന്നേരങ്ങളിൽ മലർന്നു കിടന്ന് വലിയ സീരിയലൊക്കെ കാണേണ്ട നേരത്ത്, അല്ലെങ്കിൽ വീട്ടിലെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിരിക്കേണ്ട നേരത്ത്, അല്ലെങ്കിൽ ഏതെങ്കിലും മൾട്ടിപ്ലക്സിൽ പോയിട്ട് സിനിമ കാണേണ്ട നേരത്ത്, ഇങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം പുസ്തകങ്ങൾക്ക് വേണ്ടി 1 മണിക്കൂർ, എത്ര നേരം ഉണ്ട് സാർ? നമുക്കൊരു അരമണിക്കൂർ കിട്ടില്ലേ? കിട്ടും സാർ. 3/4 മണിക്കൂറോളം, 8:15 വരെ എടുക്കാം. അധികം. പിന്നെ ഓൺലൈനല്ലേ, നമ്മളിപ്പോ മോഹൻലാലായാലും കേൾക്കുന്നതിന് ഒരു പരിധി ഉണ്ടായിരിക്കുമല്ലോ. നമുക്കൊരു അരമണിക്കൂർ സംസാരിക്കാം. അങ്ങനെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറോളം ഇങ്ങനെ ഒത്തിരിക്കുന്നു, കൂടിയിരിക്കുന്നു എന്നത് ഒരു വലിയ മാനവികതയാണ്. ഹ്യൂമനൈൻ ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങൾ സാധിക്കുള്ളൂ. പക്ഷെ ഇന്ന് ബീവറേജ് കോർപ്പറേഷനിലായിരിക്കും ഏറ്റവും കൂടുതൽ ക്യൂ. അതുകൊണ്ട് അത് മികച്ച സ്ഥലമാണെന്ന് കണക്കാക്കേണ്ട. ലൈബ്രറികളിൽ വളരെ കുറച്ചു പേരേ ഉണ്ടാവുള്ളൂ. ആ ലൈബ്രറിയൻ കിടന്നുറങ്ങണതായിട്ട് നമ്മുടെ മറിമായം സീരിയലിലൊക്കെ കണ്ടിട്ടുണ്ട്. ഉണ്ണി ലൈബ്രറിയനായിട്ട് വന്നിട്ട് അയാളെ വന്ന് വലിയ പടക്കമൊക്കെ പൊട്ടിച്ച് എഴുന്നേൽപ്പിക്കേണ്ട ഒരു ഗതികേട് വരികയാണ്. ആരും വരുന്നില്ല ലൈബ്രറിയിലേക്ക് എന്നുള്ളത് താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വളരെ കുറച്ചു പേര് മാത്രമേ ഇപ്പോൾ ഇങ്ങനെ പുസ്തകങ്ങളെ ആരാധിക്കുന്നുള്ളൂ. ഈ പ്രോഗ്രാമിന് ലിറ്റററി ലെൻസ് എന്നൊക്കെ പേരിടണമെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ദീർഘവീക്ഷണവും മനുഷ്യനെ അടിസ്ഥാനപരമായി കാണാനുള്ള ഒരു സാധ്യത നമ്മൾ എത്ര വളർന്നാലും, ഇപ്പൊ നസീർ അലി സാറ് ചെയ്തു കൂട്ടുന്ന പ്രോഗ്രാംസ് എല്ലാം ഇന്റർനാഷണൽ കവറേജ് ഉള്ള, അല്ലെങ്കിൽ ഒരുപാട്
ദേശീയ തലത്തിലും വിദ്യാഭ്യാസ വിചക്ഷണന്മാരെയൊക്കെ ചേർത്തുകൊണ്ടുള്ള കോൺഫറൻസസും സെമിനാർസും വെബിനാർസും ഒക്കെയാണ്. ഫാക്കൽറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ആണ്. അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള ചെറിയ പ്രോഗ്രാംസ് ചെയ്യുന്നതിന് വലിയ ഒരു അഭിനന്ദനം സാറിനും സാറിന്റെ മക്കൾക്കും അവിടുത്തെ അധ്യാപകർക്കും. ഇതൊക്കെ സംഘടിപ്പിക്കാൻ പുറകിൽ നിൽക്കുന്ന അധ്യാപകർ, ആ കൂട്ടുകാരനും കൂട്ടുകാരിക്കും ഒക്കെ എന്റെ സ്നേഹം അറിയിക്കുകയാണ് ആദ്യമേ തന്നെ. പിന്നെ ഇതിലുള്ള ഒരു അപാകത, കഴിഞ്ഞ കുറിയും സാർ എന്നെ അങ്ങനെ പറ്റിച്ചു കളഞ്ഞു. എന്റെ ബുക്കിനെ കുറിച്ച് ഞാൻ തന്നെ തള്ളിമറിക്കുക എന്ന് പറയുമ്പോൾ ഒരു 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 ഭയങ്കര ഒരു കോമഡി അതിനകത്തുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ പുസ്തകത്തെ കുറിച്ചാണ് അല്ലെങ്കിൽ മറ്റുള്ളവരെ വായിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഒരു ബസ് സ്റ്റോപ്പിൽ നമ്മൾ ബസ് കാത്ത് നിൽക്കുമ്പോൾ ഒന്ന് കനേഷുമാരി നടത്തിയാൽ ആ നിൽക്കുന്ന ഇതിൽ 90% പേര് എഴുത്തുകാരും പുസ്തകം പ്രസിദ്ധീകരിച്ചവരായിരിക്കും. അതിൽ തന്നെ 85% പേരും കവികളായിരിക്കും. അങ്ങനെയൊക്കെ തമാശ പറയാറുണ്ട്. ഒരു പഞ്ചായത്തിൽ തന്നെ 1800ഓളം കവികൾ ഉണ്ടെന്നൊക്കെ തമാശ പറയും. അപ്പൊ അത്തരം ഒരു കാലത്ത് അവനവന്റെ മാത്രം പുസ്തകങ്ങൾ വായിക്കുകയും അവനവന്റെ സെൽഫിക്ക് മാത്രം കണ്ണ് ചെല്ലുകയും ചെല്ലുന്ന ഈ കാലത്ത് ഞാൻ വീണ്ടും എൻ്റെ പുസ്തകം എടുത്തുകൊണ്ട് സംസാരിക്കുക എന്നുള്ള ഒരു 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 തമാശ അതിനകത്തുണ്ടെങ്കിലും ഇത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് കാര്യങ്ങളാണ്. സാറ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിന്റെ പേരാണ് ഇന്ന് നല്ലൊരു ദിവസമാണ് എന്നുള്ളത്. വെറുതെ ഒന്ന് മനസ്സിൽ പറഞ്ഞു നോക്കി, ശബ്ദമൊന്നും വേണ്ട, കണ്ണടച്ച് ഒന്ന് പറഞ്ഞു നോക്ക്. ഇന്ന് വളരെ സോഫ്റ്റ് ആയിട്ട് പറയാം, ഇന്ന് നല്ല ഒരു ദിവസമാണ്, ഇന്ന് നല്ല ഒരു ദിവസമാണ്, ഇന്ന് നല്ല ഒരു ദിവസമാണ്. നമ്മൾ ദിക്റൊക്കെ ചൊല്ലുന്ന പോലെ ഒന്നിങ്ങനെ മനസ്സില്, അത് പ്രത്യേകിച്ച് രാവിലെ എഴുന്നേറ്റ് അന്നത്തെ ദിവസം ഒരുപാട് വെല്ലുവിളികളുള്ള ദിവസമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു അർത്ഥമില്ല എന്നൊക്കെ തോന്നുന്ന കാലത്തായാലും, ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു കയത്തിൽപ്പെട്ട നേരത്തായാലും ഇന്ന് നല്ലൊരു ദിവസമാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് അതൊന്ന് റിലാക്സ് ചെയ്ത് കണ്ണടച്ച്, പുതിയ കാലത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് രൂപേണ ഒരു താരാട്ട് പാട്ട് പാടുന്ന പോലെ നമ്മുടെ കയ്യിൽ ഒരു കുഞ്ഞുണ്ട്, നമ്മുടെ മാറിലൊരു കുഞ്ഞുണ്ട്, അതിനെങ്ങനെ കണ്ണടച്ച് നമ്മളിങ്ങനെ ആടി ആടി ഇങ്ങനെ പറയുമല്ലോ, അതേപോലെ ഒരു ലല്ലബി പോലെ നമ്മളിങ്ങനെ വളരെ റിലാക്സ്ഡ് ആയിട്ട് ഈ ഒരു അഫർമേഷൻ എന്നൊക്കെയാണ് പുതിയ ഭാഷയിൽ പറയുന്നത്, ഈ ഒരു വാക്യത്തെ ആവർത്തിച്ചാൽ അമേസിംഗ് ആയിട്ടുള്ള മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് ഇറങ്ങിയത്. 2020 ഞാൻ ഇങ്ങനെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നത്. ഇപ്പൊ അതൊരു 3 ഗ്രൂപ്പുകളായി. അപ്പൊ അതില് കഴിഞ്ഞ വർഷം മെയ് മാസത്തില് എന്നോട് ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടു, മെയിലല്ല ഏപ്രിൽ ആവശ്യപ്പെട്ടു, ഒരു മാസത്തേക്ക് ഉള്ള ഓരോ ദിവസവും ഓരോ ടൈനി ചേഞ്ചസ് ഒന്ന് പറഞ്ഞു തരാമോ, എല്ലാ ദിവസവും ഓരോരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ. അപ്പൊ ഏപ്രിൽ മാസം വന്നപ്പോ മെയ് മാസം വന്നപ്പോ നമുക്ക് 31 ദിവസം കിട്ടി. അപ്പൊ അങ്ങനെ ഓരോ ദിവസത്തേക്ക് ഓരോ ചെറിയ ചെറിയ മാറ്റങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് 31 മാറ്റങ്ങളാണ് നമ്മൾ അതില് ഈ ഇന്ന് നല്ലൊരു ദിവസമാണെന്ന പുസ്തകത്തിൽ കൊടുത്തത്. ഇതിൽ കുറെ പരസ്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്, പക്ഷേ എന്താണത്? അപ്പോ അതൊരു പുസ്തകമാക്കി പിന്നെ ഇറക്കി. ഞാനത് കാണിക്കാം. ഇതാണ് ആ പുസ്തകം. കാണുന്നുണ്ടോന്ന് അറിയില്ല. ഒരു ചെറിയ പുസ്തകമാണ്, 72 പേജുള്ളൂ. നമ്മുടെ ഒരു മൊബൈൽ ഫോണിന്റെ സൈസേ ഉള്ളൂ. ചെറിയൊരു പുസ്തകമാണ്. കോഴിക്കോട് ധ്വനി ബുക്സ് ആണ് അത് ആദ്യം ഇറക്കിയത്. ഇപ്പോ അത് അതിന്റെ 3ാം പതിപ്പിലേക്ക് എത്തി. ധ്വനി ബുക്സ് എന്ന കമ്പനി ഇപ്പൊ ഇല്ല. അപ്പൊ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആളൊരു ഡിസേബിൾഡ് ആയിട്ടുള്ള, അങ്ങനെ പറയാൻ പാടില്ല, ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു സുഹൃത്താണ്. അദ്ദേഹത്തിന്റെ പ്രേക്ഷ ബുക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇപ്പൊ അതിന്റെ 3ാം പതിപ്പ് ഇറക്കാൻ പോകുന്നത്. ഇത് എല്ലാവരും വളരെ ഉപയുക്തമായ ആശയങ്ങളായിട്ട് പറയുന്നുണ്ട്. പക്ഷെ രസകരമായ കാര്യം ഇതിലൊന്നും തന്നെ പുതുമയുള്ളതില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ആരെങ്കിലും ഒരാൾ ഉപദേശിക്കുമ്പോൾ, നാളെ മുതൽക്ക് തട്ടം കുറച്ചും കൂടെ ഒന്ന് പൊക്കി പിടിച്ചാൽ മുടി കുറച്ചും കൂടെ കാണും, അഴകായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നാളെ തൊട്ട് തട്ടം ചിലപ്പോൾ ഒരു പൊടി ഉയർത്തി ഒരാൾ ഉപദേശിക്കുമ്പോഴായിരിക്കും നമുക്ക് പെട്ടെന്ന് ഒരു മാറ്റത്തിലേക്ക് എത്താൻ തോന്നുന്നത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ്.
പക്ഷെ ഇതിന്റെ ബേസിക് ഫിലോസഫി എന്ന് പറയുന്നത് നമുക്ക് ആരെയും ഉപദേശിക്കാൻ പറ്റില്ല. ഇപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയത്ത് കുട്ടികളാണെങ്കിൽ അറിയാം, നമ്മൾ ലെസൺ പ്ലാൻ എഴുതിയൊക്കെ പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ലെസൺ പ്ലാൻ ഒരു വഴിക്കും കുട്ടികൾ വേറെ വഴിക്കും പോകും. ഒരാളെയും നമുക്ക് ഉപദേശിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. ഒരാളെയും നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. എന്താ പറ്റുക? പഠിക്കാനുള്ള അവസരങ്ങളും അന്തരീക്ഷവും ഒരുക്കി കൊടുക്കാൻ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ വിരുന്ന് നടത്തുകയാണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ. വിരുന്നിനുള്ള ഭക്ഷണങ്ങൾ ഒരുക്കി വെക്കുക എന്ന പോലെ ഇത് ആരെയും ഉപദേശിക്കാനുള്ള പുസ്തകമല്ല. ഇത് എല്ലാവർക്കും വായിച്ചു നോക്കാവുന്ന, അവനവന് ഉപയുക്തമെങ്കിൽ അനുശീലിക്കാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. 31 ദിവസത്തേക്കുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. എല്ലാം പറയാനുള്ള ഒരു നേരമില്ല. എന്നിരുന്നാലും ഇത് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ പറയുന്നതാണ് നമ്മുടെ ജീവിതം. ഇതാണ് ഇതിലത്തെ ഒരു ബേസിക് സിദ്ധാന്തം. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ്, ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ദിവസം തന്നെ ആലോചിക്കാം. ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ ഒന്ന് നോക്കുക. നമ്മൾ സംസാരിച്ചത്, നമ്മൾ ചിന്തിച്ചത്, നമ്മൾ കേട്ടതൊക്കെ അടക്കം നമ്മൾ പറയുന്നതാണ് നമ്മുടെ ജീവിതം എന്നുള്ളൊരു ഒരു ഒരു ചെറിയ തോട്ടുമ്മലാണ് ഈ ബുക്കിന്റെ നിൽപ്പ്. ആ തൂണിലാണ് ഈ പുസ്തകം നിൽക്കുന്നത്. നമ്മൾ എന്താണെന്ന് പറയുന്നത്. ഇന്നിപ്പോ നസീർ അലി സാറ് എന്നെ കുറിച്ച് എത്ര നല്ല വാക്കുകൾ പറഞ്ഞു, നിങ്ങളോട് എത്ര നല്ല വാക്കുകൾ പറഞ്ഞു എന്നുള്ളതിന്റെ ഒരു ബാലൻസ് ഷീറ്റ് എടുത്തു നോക്കി കഴിഞ്ഞാൽ എത്ര നല്ലത് പറയുന്നു. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പോ പ്രശ്നങ്ങളായിരിക്കും. നിങ്ങൾ ഇപ്പൊ എത്ര പേരുണ്ട് ഇതില്? 35 ഒരു 40ഓളം ആളുകളുണ്ട്. ഈ 40 ആളെ സ്വരുക്കൂട്ടാൻ സാറ് ചിലപ്പോൾ പാടുപെട്ടിട്ടുണ്ടായിരിക്കും. കുറെ മെസ്സേജ് അയച്ചു നിർബന്ധിച്ചും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കും. പക്ഷെ അവിടെ അതൊന്നും ബാധകല്ല. മറിച്ച് നമ്മൾ പോസിറ്റീവായിട്ട് മാത്രം പറയുന്നുണ്ടോ എന്നുള്ളതാണ്. അതേസമയം പരാതികളും പരിഭവങ്ങളും ആണോ നമ്മളിൽ അധികം ഹൈലൈറ്റ്? നമ്മളിലുള്ള ആങ്സൈറ്റി ആണോ? മനുഷ്യ സഹജമാണ് അത്തരം ആങ്സൈറ്റികൾ. ഇപ്പോ അങ്ങനെ ഒരു ടേം ഉണ്ട് നമുക്ക്, ഡെയിലി സംഭവിക്കാവുന്ന ചില ആങ്സൈറ്റീസ്. അതിന് ഡോക്ടറെ കാണാൻ പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ബസ് പോയി, നമ്മള് 9:05 കിട്ടേണ്ട ബസ് പോയി, പിന്നെ ടെൻഷനായി. അതൊക്കെ സ്വാഭാവികമാണ്. എനിക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ടെൻഷൻ അടിക്കുന്നു, ഞാൻ ആങ്സൈറ്റി ഡിസോർഡർ ഉള്ള ഒരാളാണെന്നൊക്കെ പറഞ്ഞ് സൈക്കാട്രിസ്റ്റിന്റെ അടുത്തൊക്കെ പോയിട്ട് ഗുളികയൊന്നും വാങ്ങി കഴിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം. കുറെ മാനുഷികമായ സാധനങ്ങളുണ്ട്. പേടിയില്ലെങ്കിൽ നമുക്ക് ഹൊറർ സിനിമ കാണാൻ പറ്റും. പേടി മാറാനൊരു ഗുളിക. എനിക്ക് ഭയങ്കര പേടിയാണ്. എന്തേലും പ്രോഗ്രാമിന് സ്വാഗതം പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ വയറിനകത്ത് പൂമ്പാറ്റകൾ പറക്കാറുണ്ട്. അതൊക്കെ മനുഷ്യ സഹജമാണ് എന്നുള്ള ഒരു 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 ധാരണ വന്നാൽ തന്നെ നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതൊരു നെഗറ്റീവായി കാണാതെ ഇപ്പൊ നമ്മളെ പറ്റിക്കുന്നുണ്ട് ആൾക്കാർ, അല്ലെ? ചില ആൾക്കാര് രാവിലെ വരും, അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഉള്ളവരോട് ചോദിച്ചാൽ അറിയാം, ഭിക്ഷ യാചിക്കാൻ വരും. മകളുടെ കല്യാണമായിട്ടുണ്ട്, അല്ലെങ്കിൽ ഭർത്താവ് ക്യാൻസർ ബാധിച്ച് കിടക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിന്നെ അവരെ കാണാൻ ബാറിന്റെ മുന്നിൽ ക്യൂ നിൽക്കണം. നമ്മൾ കൊടുത്ത കാശും കൊണ്ടുപോയിട്ട് അങ്ങനെ പറ്റിക്കപ്പെടുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ മനുഷ്യ സഹജമാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ വീണു പോകുന്നത്. നിത്യചൈതന്യതി പോലും പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓർമ്മയിലുള്ള ഒരു മനുഷ്യയാണ് അദ്ദേഹം. അയ്യോ കയ്യിന്ന് പോയി. എത്ര സൈക്കോളജിസ്റ്റ് ആയാലും, എത്ര ഫിലോസഫർ ആയാലും, എത്ര പണ്ഡിതനായാലും, ഹെവിലി ടെറിബിളി എഡ്യൂക്കേറ്റഡ് ആയാലും, മാനുഷികമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളിൽ സംഭവിക്കും. അതൊന്ന് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചെറിയ ആശയം. അതാണ്. അതേപോലെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. കുറെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് അത്. ഒരുപാട് അത്തരം പുസ്തകങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ടൈനി ഹാബിറ്റ്സ്, ആറ്റോമിക് ഹാബിറ്റ്സ്, സെൻ ഹാബിറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറുതും വലുതും. ആറ്റോമിക് ഹാബിറ്റ്സ് കണ്ടിട്ടുണ്ടായിരിക്കും, വലിയ ബുക്കാണ്. അത്തരം ശ്രേണിയിൽ വരുന്ന ഒരു ബുക്കായിട്ട് ഇതിനെ പലരും പരിഗണിച്ചു. ഇതില് ബുദ്ധ ചിന്തകളാണ്, ശ്രീബുദ്ധന്റെ ചിന്തകളാണെന്നാണ് പലരും പറയുന്നത്. എനിക്കും തോന്നിയത് അങ്ങനെയാണ്. ശ്രീബുദ്ധൻ പറഞ്ഞ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ സാറ് ഇതിന്റെ ആരംഭത്തിൽ പറഞ്ഞല്ലോ, ഞാൻ നിത്യം എഴുതുന്ന കാര്യങ്ങൾ, അത് എന്നെ കുറിച്ചാണല്ലോ എന്ന് സാറിന് തോന്നി എന്ന് പറയുന്നതിന്റെ ഒരു 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 സ്ട്രീമിലേക്ക് നമ്മൾ എത്തുകയാണ്. കാരണം ബേസിക്കലി നമ്മളെല്ലാവരും വ്യത്യസ്തമായിട്ടുള്ള പ്രൊഫൈൽ ഉണ്ടെങ്കിലും ഇന്റേണൽ പ്രൊഫൈൽ ഒരു സോളാണ്, ഒരു ആത്മാവാണ്, ഒരു ലിവിങ് ഫോഴ്സ് ആണെന്നുള്ളത് കൊണ്ടാണ് അസാമ്യം സംഭവിക്കുന്നത്.
പലരും വിളിക്കാറുണ്ട്, ഇതെങ്ങനെ അറിഞ്ഞു മാഷ് ഇന്ന് എന്റെ പ്രശ്നം ഇതായിരുന്നു, കൃത്യമായിട്ട് അത് തന്നെ എഴുതിയല്ലോ. ഇത് എല്ലാ മോട്ടിവേഷണൽ ക്ലാസ്സുകളിലും സംഭവിക്കുന്ന ഒരു സ്വാഭാവികതയാണ്. അവിടെ ഞാൻ കരുതുകയാണ്, ഓ ഞാൻ ഭയങ്കര ഒരു റൈറ്ററാണ്, ഞാൻ മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള, ഇതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള കുറെ ട്രേറ്റുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഡെയിലി ലൈഫിൽ സംഭവിക്കാവുന്ന ചില സ്വാഭാവികതകളുണ്ട്. നമുക്ക് വരാവുന്ന ആങ്സൈറ്റി ഒരു പ്രധാന ഉദാഹരണമാണ്, നല്ലൊരു ഉദാഹരണമാണ്. ഇപ്പോ നമുക്ക് നാളെ ഒരു സെമിനാർ പ്രസന്റേഷൻ ഉണ്ട്, നമുക്ക് അത്ര പരിചയമില്ല അത്തരം കാര്യങ്ങൾ. ഒരു സൂം മീറ്റിംഗ് ഉണ്ട്, നമുക്ക് അത്ര പരിചയമില്ല. അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റഡി ടൂർ കുട്ടികളെ കൊണ്ട് പോകാനുണ്ട്. മനുഷ്യനാണെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ചൊരു ഉത്കണ്ഠയും പ്രതീക്ഷയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. അത് നടക്കാതെ വരുമ്പോ പിറ്റേ ദിവസം ഹർത്താൽ വന്നു, ആ നെഞ്ചിന്റെ ഇടത് ഭാഗം വേദന എടുത്തു, കാർഡിയോളജിസ്റ്റിനെ പോയി കാണുന്നു. അത്തരം പരിപാടികളൊന്നും പാടില്ല എന്നുള്ളതാണ് ഈ പുസ്തകം പറയുന്നത്. ഇതൊക്കെ മനുഷ്യ സഹജമാണ്. ഒരു അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളത് മനുഷ്യ സഹജമായിട്ട് മാത്രം കണക്കാക്കുക എന്നുള്ളതാണ്. എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളെ ഇങ്ങനെ പെരുപ്പിക്കുന്ന അത്തരം കാര്യങ്ങളിൽ മാറ്റിപ്പിടിക്കുക എന്നുള്ളതാണ് നമുക്കിതിൽ പറയാനുള്ളത്. ഏറ്റവും രസകരവും രഹസ്യവുമായിട്ടുള്ള ഒരു കാര്യം, നമുക്ക് മാത്രമേ നമ്മളെ പൂർണ്ണമായി അറിയുകയുള്ളൂ. നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് വിചാരിക്കുക, അതിൽ തന്നെ നമ്മൾ ഡോക്ടറോട് പറയുന്നത് വെച്ചിട്ടാണ് ആ ഡോക്ടർ അത് കുറേയൊക്കെ അസസ് ചെയ്യണം. ഡയഗ്നോസിസ് നടത്തുന്നുണ്ട്, ക്ലിനിക്കൽ ലാബ് റിപ്പോർട്ട് വന്നാൽ പോലും നമ്മൾ പറയുന്നതിന്മേലാണ് ആ സംസാരങ്ങളൊക്കെ. അപ്പൊ ഇതിൽ പറയുന്നൊരു വാക്യം അതാണ്, നമ്മളാണ് രോഗവും മരുന്നും വൈദ്യനും ചികിത്സയുമെല്ലാം. ഇത് ബോഡിലി ആയിട്ടുള്ള രോഗത്തെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു ക്രൈസിസിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കും, ഇപ്പൊ ജോലി കിട്ടേണ്ട ഒരു കാര്യമാണെന്ന് വിചാരിക്കും. ഇത് നസീർ അലി സാറ് വാങ്ങിത്തരുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട, വീട്ടുകാർ വാങ്ങിത്തരുന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. നമ്മൾ തന്നെയാണ് അതിനുള്ള കാര്യവും കാരണവും രോഗവും അല്ല. നമ്മള് BEdന് വന്ന് ചേർന്നു, അതുകൊണ്ട് ടീച്ചർ ആവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. മനസ്സിലായി? നമുക്കൊരു പാഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, നമ്മുടെ ആഗ്രഹം. നിങ്ങൾ ഒന്ന് പുതിയ കാല പഠനങ്ങളിൽ പറയുന്നൊരു കാര്യത്തെ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ബിടെക് പഠിച്ച കുട്ടികൾ പലരും മറ്റ് മേഖലകളിലേക്ക് പോകുന്നതായി പറയുന്നുണ്ട്. ബിടെക് സപ്ലൈ ചെയ്താലുള്ളവരും ഉണ്ടാവും, ബിടെക് ക്വാളിഫൈഡ് ആയ ആളുകളും മറ്റു മേഖലകളിലേക്കൊക്കെ പോകുന്നു, സിവിൽ സർവീസ് അടക്കമുള്ള മേഖലകളിലേക്ക് പോകുന്നവരുണ്ട്. അപ്പൊ നമ്മളാണ് നമ്മൾ അറിയുന്നവർ, അല്ലെങ്കിൽ നമുക്ക് മാത്രമേ നമ്മൾ അറിയുള്ളൂ എന്നുള്ളതാണ് സത്യം. ഡോക്ടേഴ്സിന് പ്രത്യേകം ഈ പുസ്തകം വളരെ ഇഷ്ടമായിട്ടുണ്ടെന്നുള്ളതാണ് പല ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞത്. കാരണം അവര് ഡയഗ്നോസ് ചെയ്ത് കാണുന്നതിനപ്പുറം യാഥാർത്ഥ്യം ഈ വന്നിരിക്കുന്ന രോഗിക്ക് തന്നെയാണ് പറയാൻ പറ്റുക എന്താണ് യഥാർത്ഥ പ്രശ്നം. പലതും നമുക്ക് കൂടെ നടക്കാൻ പറ്റില്ലല്ലോ, ഡോക്ടേഴ്സ് അതാണ് പറയുന്നത്. അത് കൃത്യമായി അറിയണമെങ്കിൽ അവരോട് തന്നെ ചോദിക്കണം എന്നുള്ളതാണ്. ഈ പരസ്യം ഒഴിവാക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പക്ഷെ അപ്പോ നമ്മൾ എന്തോ അതിന്റെ സെറ്റിങ്സിൽ വരുന്നതാണ്. എന്തായാലും പറഞ്ഞ കാര്യം ഇതാണ്. ഇനി നമ്മൾ വ്യാജമാകാതിരിക്കുക, നമ്മൾ നമ്മളായിരിക്കുക എന്നുള്ള ഒരു കാര്യവും ഇതിനകത്തുണ്ട്. നമ്മുടെ പാഷന്റെ പുറകെ നമ്മൾ പോകുക എന്നുള്ള ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളാണ് നമ്മുടെ രോഗവും നമ്മുടെ മരുന്നും നമ്മുടെ കാരണവും. അപ്പൊ നമ്മൾ എന്തെങ്കിലും സങ്കടവും ക്രൈസിസും ഒക്കെ ഉള്ളവർക്കാണ് സത്യത്തിൽ ഈ പുസ്തകം. വളരെ ആക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന, യാതൊരുവിധ ആങ്സൈറ്റിയും ഇല്ലാത്ത, യാതൊരുവിധ ടെൻഷൻസും ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചോളം ഈ പുസ്തകം ഒരു ആവശ്യമുള്ള കാര്യമല്ല. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അതാണ് വഴി. അതാണ് ഞാൻ പറഞ്ഞ നമ്മളാണ് നമ്മുടെ രോഗവും മരുന്നും എല്ലാം എന്ന് പറഞ്ഞത്. ഇതില് പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം പറയുന്ന ആ ചാപ്റ്ററിൽ പറയുന്ന കാര്യം നേരത്തെ ഉണരുക എന്നുള്ളതാണ്. സൂര്യൻ കാണരുത് നമ്മൾ ഉറങ്ങുന്നു, പണ്ട് എൻ്റെ മുത്തശ്ശി പറഞ്ഞിരുന്നതാണ്. തിരിച്ചും ഇപ്പത്തെ ന്യൂജനോട് മൂട്ടില് സൂര്യൻ ഉദിച്ചിട്ട് അവനെ എഴുന്നേൽക്കുള്ളൂ എന്നൊക്കെ പറയും, അല്ലെ? ബ്രഞ്ച് കഴിക്കുക എന്നൊക്കെ പറയും. ഇതൊക്കെ അറിയുന്നില്ല, അത് വളരെ നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ നൈറ്റ് ഷിഫ്റ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചുള്ളപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ സാധാരണക്കാരാണ് ഇതിലിരിക്കുന്ന 45 ആളെന്ന് ഞാൻ വിചാരിക്കുന്നു. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ്, നിങ്ങൾക്ക് ഓഫ് ഡേയ്സ് ആയാൽ പോലും പ്രഭാതത്തിൽ ഉണരുക എന്നുള്ളത്. അത് പുതിയ കാലത്ത് 5 AM ക്ലബ്ബ് അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അല്ലെ പണ്ട് കാലത്ത് ബ്രഹ്മയാമം,
നമ്മുടെ നിസ്കാരം 5:15 5:30 ഉള്ള എൻ്റെ നാട്ടിൽ പള്ളിയിലെ ബാങ്ക് കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും രാവിലെ ഉണരുന്നത്. ഇതൊക്കെ പിന്നെ ഹൈലി ഇഫക്റ്റീവ് പീപ്പിൾ എന്നൊക്കെ പറയുന്ന കുറെ ശ്രേണിയിൽ വരുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ചുള്ള ഹാബിറ്റ്സ് ഒക്കെ പഠിച്ചുള്ള പുസ്തകങ്ങളിലും പറയുന്നവരുടെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം നേരത്തെ ഉണരുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളൊരു ചെക്ക് ലിസ്റ്റ് പോലെ ഒന്ന് കയ്യിൽ വെച്ചാൽ, അതിപ്പോ ബി.എഡ് കാലത്ത് രാത്രി 3 മണി വരെ റെക്കോർഡ് എഴുതിയിട്ട് പിന്നെ 6 മണിക്ക് എഴുന്നേൽക്കുക എന്നുള്ള ആ അർത്ഥത്തിൽ ഞാൻ പറയുന്നില്ല. ആ രാത്രി 2 മണി വരെ ഇരിക്കാതിരിക്കാനുള്ള വഴികൾ ഈ പുസ്തകം പറയുന്നുണ്ട്. അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് 10 മണിക്കും 11 മണിക്കും ഉറങ്ങിയിട്ട് ഒരു 7 മണിക്കൂറോ ചുരുങ്ങിയത് 8 മണിക്കൂർ എന്നാണ് പറയുന്നത്. ഒരു ഉറക്കത്തിന്റെ വലിയൊരു സൈക്കോളജി ഉണ്ട്. അപ്പൊ അതിൽ ആ ഫസ്റ്റ് കാര്യം രാവിലെ നേരത്തെ ഉണരുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ വളരെ മൈൻഡ്ഫുൾ ആയിട്ട് നമ്മുടെ ബേസിക്കലി മനസ്സാണ് എല്ലാം എന്നൊക്കെ ഞാനിതിൽ ആവർത്തിച്ച് പറയുന്നെങ്കിലും തിരുത്തി പറയുകയാണ്, ബേസിക്കലി നമ്മുടെ ബോഡിയാണ്. ഈ ശരീരം ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഈ കാറ്റ് പോയി കഴിഞ്ഞാൽ ലേറ്റ് ഡോക്ടർ കെ.എസ്. കൃഷ്ണകുമാർ എന്നാണ് പറയുക. പിന്നെ കഴിഞ്ഞു അതോടുകൂടി. ഈ ബോഡിയിൽ ശ്വാസവും ജീവനുള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും അറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഞാൻ എഴുതിയ കുറിപ്പ് അതായിരുന്നു. നമ്മുടെ ശ്വാസത്തെ അറിയുക. നമ്മുടെ മൂക്കിനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇടയ്ക്കൊക്കെ മൂക്കിനൊക്കെ ഒന്ന് തടവി നോക്കുക. ചെവിയൊക്കെ ഒന്ന് ഒരു ഭയങ്കര ഒരു ക്രിയേറ്റീവ് രൂപമാണ് ഈ ചെവി. നോക്കി നോക്കിയാൽ അതിന്റെ ഷേപ്പൊക്കെ. അതേപോലെ ചുണ്ട് ഭംഗിയുണ്ടോ ഇല്ല എന്നുള്ളത് നാട്ടുകാർ പറയണമെന്ന് ശ്രദ്ധിക്കേണ്ട. എന്തായാലും ഈ ചുണ്ട് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കുന്ന തൊട്ട് എല്ലാം. പല്ല് തീരെ മൈൻഡ് ചെയ്യാത്തൊരു സാധനമാണ് പല്ല്. ഈ പല്ല പോയി കഴിഞ്ഞാൽ ഈ ഭംഗിയൊന്നും ഉണ്ടാവില്ല. പിന്നെ സെറ്റ് പല്ല് വെക്കേണ്ടി വരും. എല്ലാ അവയവങ്ങളും കയ്യിലെ 10 വിരലുകൾ എണ്ണാനാണ് ഞാൻ ഇന്ന് ആവശ്യപ്പെട്ടത്. അങ്ങനെ എണ്ണിയുണ്ട് എപ്പോഴും. കുഞ്ഞുനാളിൽ എണ്ണിയുണ്ടാവും എണ്ണം പഠിക്കാൻ വേണ്ടിയിട്ട്. അതിന്റെ ആ രൂപം, നീട്ടം, ആ ജോയിന്റുകള്, ഓരോ വിരലടയാളവും ഓരോ ദ്വീപാണ്, ഓരോ ഐലൻഡാണ്. സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഒരു വിരലടയാളം എടുത്തു നോക്കിയാൽ ചിലപ്പോൾ 2 ഐലൻഡോ 3 ഐലൻഡോ ഒക്കെ ഉണ്ടാവും. ചിലരിൽ ഒരു ഐലൻഡാണ് ഉണ്ടാവുക. ഇങ്ങനെ നമ്മളുടെ ബോഡിയെ നമ്മൾ തന്നെ ഒന്ന് ആരാധിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് വലിയൊരു കാര്യമാണ്. 5 ഇന്ദ്രിയങ്ങളെയും അനുഭവിച്ചുകൊണ്ട് ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾനെസ് എന്നുള്ള ഒരു സിദ്ധാന്തത്തിന്റെ ചുരുങ്ങിയ നിർവചനം. 5 ഇന്ദ്രിയങ്ങളെ ഉപയോഗിക്കുക. അതിങ്ങനെ മുഖത്തന്നെ ഒരു ഇതിനെല്ലാം ഉണ്ട്. കണ്ണ്, മൂക്ക്, വായ, ചെവി, തൊലി, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ മുറിയിൽ ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ. നിങ്ങളുടെ AC ഉണ്ടോ ഇല്ലയെന്നറിയില്ല. AC ഇല്ലാത്ത വീട്, ഇപ്പൊ എൻ്റെ വീട്ടിൽ AC ഒന്നുമില്ല, അതിന്റെ ഒരു ചൂടുണ്ട്. അതേപോലെ ഇവിടെ അടുക്കളയിൽ എന്തോ പാചകം ചെയ്യേണ്ട അതിന്റെ മണം വരുന്നുണ്ട്. അവിടെയും ഉണ്ടാവും അങ്ങനെ ഒരു മണം. പിന്നെ അതുപോലെ ഇപ്പൊ കുറച്ചു നേരത്തെ കഴിച്ച ഭക്ഷണത്തിന്റെ സ്വാദ് നമ്മുടെ നാവിലുണ്ട്. ചില ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ എൻ്റെ അമ്മ അപ്പുറത്ത് കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്, അത് കേൾക്കുന്നുണ്ട്. ഫാൻ തിരിയുന്നുണ്ട്. ഞാൻ ഇരിക്കുന്ന സീറ്റ് ഒരു ലെതർ സീറ്റിലാണ്. നിങ്ങൾ ഇരിക്കുന്ന തുണിയിലാണോ, ലെതറിലാണോ? ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കണം ഓരോ മിനിറ്റിലും. നമ്മൾ പകരം എന്ത് ചെയ്യും? വരാനുള്ളതും ഇത് ഇത് എപ്പോഴാണ് ഈ മീറ്റ് കഴിയുക എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ച് നസീർ അലി സാർ പറഞ്ഞത് കൊണ്ട് മാത്രം കുത്തിരിക്കണു. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി പപ്പടം വറക്കാൻ എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇന്ന് പകലുണ്ടായ ഒരു സംഭവത്തെ കുറിച്ച്, പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ, ഇതിലായിരിക്കും നമ്മളുടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചാഞ്ചാട്ടം. 2 കരകളാണ്. നമ്മൾ പുഴയെ അറിയുന്നില്ല. പുഴ നടുക്ക്, അപ്പുറം ഇപ്പുറം 2 കര, കഴിഞ്ഞതും വരാനിരിക്കുന്നതും. നമ്മൾ പുഴയെയാണ് അറിയേണ്ടത്. അപ്പൊ ഈ നിമിഷത്തിൽ മുൻവിധികളില്ലാതെ ജീവിക്കാനാണ് പറയുന്നത്. ഇത് കുറെ കൂടി മൈൻഡ്ഫുൾനെസ് മാത്രം നമ്മൾ ശരിക്കും ഒരു പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഒരു ഉദാഹരണം കൂടെ പറയാം. ജസ്റ്റ് ഇങ്ങനെ ഒബ്സർവ് ചെയ്യാൻ പറ്റണം. പേരൊന്നും പറയരുത്. ഇപ്പൊ ഒരു മൊബൈൽ ഫോൺ ഫ്രണ്ടിലുണ്ട്. മൊബൈൽ ഫോൺ എന്ന പേരൊന്നും നമ്മൾ ഉദ്ദേശിക്കരുത്. ജസ്റ്റ് അതിന് അതേപടി സ്വീകരിക്കുക. ഒരു കാറ് കാണുന്നുണ്ട്, കാർ, മാരുതി കാർ അല്ലെങ്കിൽ ഫോർഡ് കാർ എന്നൊന്നും പറയണ്ട. ആ കാർ എന്നുള്ള ആ രൂപത്തിൽ നമ്മൾ അതിനെ സ്വീകരിക്കാൻ ശ്രമിക്കും, വിതൗട്ട് ജഡ്ജ്മെന്റ്. ഒരു ജഡ്ജ്മെന്റും ഇല്ല, നല്ലത് ചീത്ത അങ്ങനെയൊന്നുമില്ല. ഒരു കുഞ്ഞു മനസ്സ് പോലെ, ഏതൊരു കുഞ്ഞു ഇപ്പൊ നേരത്തെ വന്ന് നോക്കിപ്പോയി, മജീദിന്റെ ഞങ്ങളുടെ ഫ്രെയിമിൽ അല്ലെ, അവന്റെ മനസ്സ് പോലെ അല്ലെ അവളുടെ മനസ്സ് പോലെ എല്ലാവരും കൗതുകത്തോടു കൂടി ഓരോ നിമിഷവും, നാളെ കോളേജിൽ വരുമ്പോഴും അങ്ങനെ ഒരു കൗതുകത്തോടു കൂടി ആദ്യമായിട്ട് MI കോളേജിൽ വന്ന ആ ദിവസത്തിന്റെ ഒരു പ്രതീതിയിൽ നമുക്ക് കാണാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പൊ തന്നെ നമ്മൾ വളരെ
ഇങ്ങനെ പൂവിട്ട മാതിരിയാകും, ആകെ പൂവണിഞ്ഞ മാതിരിയാകും എന്നുള്ളതാണ്. നമ്മൾ വല്ലാതെ യുക്തി ഉപയോഗിക്കുമ്പോഴാണ് കുഴപ്പം. ഇയാൾ ഇതൊക്കെ പറഞ്ഞാൽ ഇയാൾക്ക് പറയാം, ഇയാള് കോളേജിലെ പ്രൊഫസറാണ്, നല്ല ശമ്പളം ഉണ്ട്, നല്ല ജീവിതമുണ്ട്, എന്റെ കാര്യം ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് എവിടുത്തെ ജോലി കിട്ടണ്ടേ എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ആയിരിക്കും നിങ്ങൾ പറയുന്നുണ്ടാവുക. അങ്ങനെ ചിന്തിക്കാതെ നമ്മളിപ്പോൾ 40 ചില്ലാനം പേര് ഇവിടെ കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു. അവിടുത്തെ ടെമ്പറേച്ചർ, അവിടുത്തെ ഫീലിംഗ് എല്ലാം 5 സെൻസും ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ഇടയ്ക്കൊക്കെ ഒന്ന് മൈൻഡ്ഫുൾ ആയിട്ട് നടക്കാൻ നോക്കുക. ചെരുപ്പ് കാലുമേൽ തട്ടുന്നത് ശരിക്കും ഫീൽ ചെയ്ത് ഇങ്ങനെ നടക്കുക. സാധിക്കുമെങ്കിൽ മണ്ണിലിറങ്ങി നടക്കുക. അത് ചിലർക്ക് പരിചയം ഉണ്ടാവില്ല. പിന്നെ നാളെ അത് സെപ്റ്റിക് ആയിട്ട് തന്നെ പറയരുത്. ശ്രദ്ധിച്ച് നമ്മൾ നാച്ചുറൽ ആവാൻ ഒന്ന് ശ്രമിക്കും. കുറച്ചു നേരമെങ്കിലും അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ശീലാക്കി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞൊരു അവസ്ഥയിൽ വരും. ഇപ്പൊ ബസ് കിട്ടി, 7:30 കയറി, ഇത് 8:15 പോവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളെ ചീത്ത പറയില്ല. അതല്ലാതെ നമ്മൾ അതിലിരുന്ന് ശരിക്കും ആ ബസ് സ്റ്റാൻഡിലെ എല്ലാ ശബ്ദങ്ങളും ശരിക്കും വായി നോക്കുക. പച്ചമലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാവരും കണ്ടും ആസ്വദിച്ചും ഇങ്ങനെ ഇരുന്ന് നോക്കി. അവിടെ ചെന്നിട്ട് അലിസാർ എന്നെ ചീത്ത പറയുന്നോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഉമ്മ പറഞ്ഞു ഇങ്ങനെയെന്നൊക്കെയുള്ള മുമ്പത്തെ കാര്യങ്ങളോ അല്ലെങ്കിൽ വരാനിരിക്കുന്നു ചിന്തിക്കാതെ ആ ബസ്സിലെ കമ്പി അതൊക്കെ പിടിച്ചിരിക്കുക. അതുമ്മ പിടിക്കുമ്പോൾ ഒരു തണുപ്പൊക്കെ വരും. കയ്യിലെ ₹1 നാണയത്തിന് തണുപ്പുണ്ട്. അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചെറിയൊരു ഓടയിൽ നിന്ന് വരുന്ന ദുർഗന്ധമുണ്ട്. എല്ലാ രീതിയിലും രാവിലെ കഴിച്ച ചട്നിയുടെ ബാക്കിയുള്ള ഒരു കടുകുമണിയുടെ തരി പല്ലിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അത് കടിച്ചു നുണഞ്ഞു. ഇങ്ങനെ ഫുള്ളി 5 സെൻസും നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയുന്ന മറ്റൊരാശയം. വേറെ ഒരു ജഡ്ജ്മെന്റും ഇല്ല. നിങ്ങൾ എത്ര വലിയ പുലിയാണെങ്കിലും അതൊന്നും ഇവിടെ കണക്കാക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, മാരുതി കാർ കണ്ടാലും ഇങ്ങനെ കാണുക എന്ന് മാത്രം. ആ രീതിയിലൊരു ഒരു ഒരു മൈൻഡ്ഫുൾ രീതി വേണം എന്നുള്ളതാണ്. പിന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു സ്ഥലത്ത് ഇരിക്കരുത്. ഇന്നിപ്പോ ഇങ്ങനെ ഇരുന്നെങ്കിലും എല്ലാ ദിവസവും ഇതേപോലെ വൈകുന്നേരം 7 മണി തൊട്ട് 9, 10 മണി വരെ ഗൂഗിൾ മീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോക്കാണ്. നമ്മൾ ഇരിക്കുന്നിടത്തുനിന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എഴുന്നേറ്റ് നടക്കുക. ചെറിയ ഒരു കപ്പ് വെള്ളം, 1 ഔൺസോ 2 ഔൺസോ വെള്ളം ഇങ്ങനെ സിപ്പ് ചെയ്യുക. അത് ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു സിദ്ധാന്തമാണ്. ഈ വാട്ടർ തെറാപ്പി എന്ന് പറയുന്നത് ഇതാണ്. പണ്ട് കാലത്ത് ഈ ഊതി കൊടുക്കുന്ന വെള്ളം എന്നൊക്കെ പറയുന്നതിലൊക്കെ ചില കാര്യങ്ങൾ ഉള്ളത് ഇതുകൊണ്ടാണ്. എന്റെ നാട്ടിലുണ്ട് തീക്കോട്ട് കീക്കോട്ട് തങ്ങന്മാര്. എന്റെ വീട് ഗുരുവായൂരടുത്ത് ഒരുമനിയൂരാണ്. ഇവിടെ പണ്ട് ചെറുപ്പത്തില് പശുക്കൾക്കൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ അവിടുന്ന് തങ്ങള് ഊതി ഒരു ബക്കറ്റ് വെള്ളം തരും. ആ വെള്ളം കൊണ്ടുവന്നിട്ട് പശുവിന്റെ അകിടിലൊക്കെ തെളിയിച്ചാൽ അതിന്റെ തലയിലൂടെ ഒക്കെ കൊഴിച്ചു കഴിഞ്ഞാൽ പശു ഉഷാറാവുമെന്ന് കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ വാട്ടറിന് അങ്ങനെ അതിന് അന്ധവിശ്വാസം എന്ന് പേരിട്ട് വിളിക്കുക, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഗൂഗിൾ മീറ്റിൽ എഡ്യൂക്കേഷണലിസ്റ്റ് ആയിട്ട് അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല. ഞാനിത് കണ്ട കാര്യം പറയുകയാണ്. ജലത്തിന് ഭയങ്കര പവറാണ്. നമ്മളൊരു വെള്ളം കുടിക്കുമ്പോൾ പോലും, അതാണ് ഇതിൽ പറയുന്ന വേറൊരു കാര്യം, നമുക്ക് സന്തോഷപൂർവം ആ വെള്ളം തന്നാൽ അത് അമൃതാണ്. ഒരാൾക്ക് ഗുളിക കൊടുക്കുമ്പോ കൂടെയുണ്ട് ഞാൻ, ഇത് കഴിക്കൂ എന്ന് പറഞ്ഞ് ആ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്ത് അത് അയാൾ കഴിക്കുന്നതോടുകൂടി, ആ ഗുളിക കാരണമൊന്നും അല്ല സത്യത്തില്, നമ്മളുടെ ഈ ഒരു കൂടെ ഉണ്ടെന്നുള്ളതും ഈ ജലത്തിന്റെ ഒരു പവർ ആണെന്നുള്ളതാണ് സത്യം. അപ്പൊ എന്തായാലും അത്തരം ജലത്തിന്റെ പവർ ഉപയോഗിക്കുക. മിലിന്ദ് സോമൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, കേട്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ചിലപ്പോ അത്ര പരിചയം വരില്ല. മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക്കൽ ആൽബം ഉണ്ട്. അലീഷ, എന്റെയൊക്കെ കാലത്ത് എന്നെയൊക്കെ എന്താ പറയാ കുളിരണിയിച്ച വീഡിയോ ആയിരുന്നു അതൊക്കെ. മെയ്ഡ് ഇൻ ഇന്ത്യ, അതായത് ഒരു നല്ല സുന്ദരിയായ ഒരു പെണ്ണിന് പല രാജ്യങ്ങളിൽ നിന്നും ഒരു വരനെ കൊണ്ടുവരുന്നതാണ്. എല്ലാ നാട്ടിൽ നിന്നും കൊണ്ടുവന്നതൊന്നും ഇഷ്ടാവുന്നില്ല. ലാസ്റ്റ് ഇന്ത്യയിൽ നിന്ന് വന്ന, അതാണ് മെയ്ഡ് ഇൻ ഇന്ത്യ. ആ മെയ്ഡ് ഇൻ ഇന്ത്യ ആയിട്ട് യുവ കോമള കുമാരനായിട്ട് വന്നിറങ്ങുന്നത് മിലിന്ദ് സോമൻ എന്ന് പറഞ്ഞ ആള്. മിലിന്ദ് സോമൻ അറിയാം, പലർക്കും അറിയായിരിക്കും. ഇദ്ദേഹം ഇപ്പൊ ഏറ്റവും പുതിയ നെക്സോൺ, ടാറ്റ നെക്സോണിന്റെ ഇലക്ട്രിക് കാറിന്റെ അംബാസിഡറും കൂടിയാണ്. അപ്പോ അദ്ദേഹത്തിന്റെ വൈഫും, അദ്ദേഹം എത്രയോ കല്യാണങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പുതിയ വൈഫുമായിട്ടായിരുന്നു ഈ നെക്സോണിന്റെ ഷൂട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത്. അവരെന്തൊരു മോഡലാണ്. പറഞ്ഞു വന്നതെന്താ വെച്ചാല്, ഇദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം, നടക്കാൻ പറയുകയും 1/2 മണിക്കൂർ കൂടുന്തോറും ഒരു ചെറിയ ഗ്ലാസ് വെള്ളം
കഴിക്കാൻ. അങ്ങനെ ദിവസം ഒരു 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളത് ഒരു കിഡ്നി അസുഖം ബാധിച്ച ആളെ കുറിച്ചല്ല കേട്ടോ പറയുന്നത്. നമ്മൾ സാധാരണ ആരോഗ്യമുള്ള അല്ലെങ്കിൽ ആരോഗ്യമില്ല എന്ന് സ്വയം തോന്നിക്കുന്ന ആരോഗ്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം വെച്ച് കുടിച്ചാൽ, അല്ലാതെ ഒരു ഒറ്റ ഇതിന് ഒരു വലിയ ടംബ്ലർ വെള്ളം എടുത്ത് കുടിക്കാതെ കുറേശ്ശെ സിപ്പ് ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ്. അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതില് പോസിറ്റിവിറ്റി നമ്മൾ മാനസികമായി ചിന്തിച്ചുകൊണ്ട് ആ വെള്ളം കഴിക്കുക. ഈ ഹോട്ടൽ ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു കുളിനറി ടൂറിസത്തിന്റെ ആളാണ്. കേരളത്തിൽ എവിടെയാണ് മികച്ച ഹോട്ടലുകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അത്യാവശ്യം പറഞ്ഞുതരാം. ഞാൻ മാത്രമല്ല, ഇന്നിപ്പോ സോഷ്യൽ മീഡിയ വഴി ഒരുവിധ മനുഷ്യന്മാരൊക്കെ പുറന്തീറ്റക്കാരാണ്. നല്ല ഹോട്ടൽസ് എന്ന പേര് എടുക്കുന്ന ഇടങ്ങളിൽ കാണുന്നത് അവിടെ പാചകം ചെയ്യുന്നവർ വളരെ ഹാപ്പിനെസ് ഉള്ളവരായിരിക്കും. നമ്മൾ സന്തോഷപൂർവം ഒരു സാമഗ്രി ഉണ്ടാക്കി അത് തയ്യാറാക്കി അത് ഭക്ഷിക്കുമ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി നമ്മുടെ ആരോഗ്യത്തിലേക്കും നമ്മുടെ ശരീരത്തിലേക്കും പ്രവേശിക്കുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് നേരത്തെ പറഞ്ഞ 1 ഗ്ലാസ് വെള്ളം സന്തോഷപൂർവം കൊടുക്കുമ്പോൾ അത് അമൃതമായി മാറുന്നു എന്ന് പറയാൻ കാരണം. അപ്പൊ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. വെള്ളം മാത്രമല്ല, എന്തും സന്തോഷപൂർവ്വം നമുക്കിപ്പോ സ്റ്റാഫ് റൂംസ്, ക്ലാസ് റൂംസ്, ഇപ്പൊ ഞാൻ എൻ്റെ കോളേജിൽ നടപ്പിലാക്കുന്ന ഒരു പരിപാടിയാണ് സ്മൈലിംഗ് ക്യാമ്പസ്. ടീച്ചേഴ്സ് കുട്ടികൾ മുഖാമുഖം എപ്പോ കണ്ടാലും ചിരിക്കണം എന്നാണ് അവിടുത്തെ ഒരു ആവശ്യം. അസൈൻമെന്റ് എഴുതിയോ എഴുതിയില്ലെന്നോ, നിന്നെ ഇവിടെ കാണാനില്ലല്ലോ എന്നുള്ള അങ്ങനെ ഒരു കാർക്കിച്ച നോട്ടവും ഇല്ല. ഒരു അപരിചിതൻ ഓഫീസിലേക്ക് വന്നാൽ ഓഫീസേഴ്സിനോട് പറഞ്ഞ് ആദ്യമേ ചിരിക്കാനാണ്, എന്താണ് വേണ്ടതെന്നുള്ള രീതി. ചിലപ്പോൾ കള്ളനായിരിക്കാം, കുഴപ്പമില്ല, ആദ്യം ഒന്ന് ചിരിക്കുക. ആ സന്തോഷം, നമ്മുടെ സ്മൈലിങ്ങിന്, ഹാപ്പിനെസ്സിന് ക്ലാസ് മുറികളിൽ വലിയ സാധ്യത ഉണ്ട്. മാഷിന് അതൊക്കെ പറയാം. ആ ചെക്കന്മാരെ സ്വഭാവം നമുക്ക് അറിയാണ്ടാണ്. ക്ലാസ്സിൽ ഒരെണ്ണം പോലും മര്യാദയ്ക്ക് ഇരിക്കില്ല. അവിടെ പോയി ഇനി ചിരിക്കുക വേണ്ടത്. ഇതങ്ങനെ ചിരിക്കാൻ വേണ്ടി ചിരിക്കുന്ന കാര്യമല്ല. സന്തോഷവും നമ്മുടെ ഒരു പുഞ്ചിരിക്കും എല്ലാ തരത്തിലും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളതാണ്. വലിയ ഡിപ്രഷൻ ആയിരിക്കുന്ന നേരത്തും നമ്മൾ ആവശ്യപ്പെടുന്നത് ഒന്ന് ചിരിക്കുക. വെറുതെ ചിരിക്കല്ലോ, ഇല്ലോജിക്കലായിട്ട് ചിരിക്കുക. ഭ്രാന്താണെന്ന് ആളുകൾ വിചാരിച്ചോട്ടെ, ചിരിക്കുക. കുറെ ചിരിച്ചാൽ തന്നെ നമുക്ക് തീരാവുന്ന പ്രശ്നമുള്ളൂ. ഈ എയർ പിടിച്ചിരുന്നിട്ടൊക്കെയാണ് പ്രശ്നം. ഒരുപക്ഷെ ഈ സെൽഫിയൊക്കെ നമ്മളെ ഈ കാലത്ത് ഇത്രയും ഹാപ്പിനെസ്സിലേക്ക് എത്തിക്കുന്നത് അതിനകത്തുള്ള ഈ ഒരു പോസിറ്റിവിറ്റി കാരണമായിരിക്കാം. നമ്മളെല്ലാവരും ചിരിച്ച് എല്ലാ ദിവസവും, ഇപ്പൊ എന്റെ ക്ലാസ്സിലൊക്കെ അറ്റൻഡൻസ് രജിസ്റ്റർ അല്ല, എല്ലാ ദിവസവും എല്ലാവരും കൂടെ ചിരിച്ചൊരു സ്മൈലിയാണ്. അത് ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. അത് എടുക്കാൻ വേണ്ടി മാത്രം ക്ലാസ്സിലേക്ക് വരും, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ അത് ആ ചിരിക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്നുള്ള കാര്യമുണ്ട്. പിന്നെ നമ്മൾ ഇതിൽ ഓർക്കാൻ പറയുന്നത് ബേസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതില് ആലങ്കാരികമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എവിടെ ചെന്നിറങ്ങിയാലും ആ നാടിന്റെ മണ്ണിനെ ചുംബിക്കാൻ പറയുന്നുണ്ട്. മോദിനെയാണ് ഓർമ്മ വന്നത് എനിക്ക്, ഞാനിത് എഴുതി കഴിഞ്ഞപ്പോൾ. പക്ഷെ മോദിനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് നമ്മുടെ നാട്ടിലൊരു ചായപ്പീടി ഉണ്ടായിരിക്കാം, നമ്മുടെ നാട്ടിലൊരു വയസ്സായ ഒരു അമ്മ ഉണ്ടായിരിക്കാം, നമ്മുടെ വീട്ടിലൊരു ഉമ്മമ്മ ഉണ്ടായിരിക്കാം. നമ്മുടെ വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ തീരെ ശ്രദ്ധിക്കാത്ത ചില ഇടങ്ങളുണ്ട്. അതിനെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ്. ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കും. അതൊരു മനുഷ്യനാകാം, ഒരു സ്ഥാപനമാകാം, ഒരിടമാകാം. ഇപ്പൊ ഇലന്തൂർ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമുണ്ട് ഇവിടെ പത്തനംതിട്ട ജില്ലയിൽ. നമ്മൾ അവിടെ ചെന്നപ്പോൾ അന്വേഷിച്ചപ്പോൾ അത് ഗാന്ധിജി സന്ദർശിച്ച ഒരു ഗ്രാമമാണ്. പക്ഷെ പുതിയ മനുഷ്യർക്ക് അത് മോഹൻലാലിന്റെ ജന്മനാടായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷെ ആ ബേസ് കിടക്കുന്നത് ഗാന്ധി എന്നുള്ളൊരു സംഭവമാണ്. അവിടെ ഒരു കുളമുണ്ട് ഈ ഇലന്തൂര്. ഇപ്പൊ അത് ഗവൺമെന്റിന്റെ പ്രോജക്റ്റിൽ ചുറ്റുഭാഗം കെട്ടി വലുതാക്കി. അത് അത്തരം ചില ബേസിക് എലമെന്റ്സ് ഉണ്ട്. നാട്ടിലെ ഈ ഒരു ചായപ്പീടി, ഒരു കുമാരേട്ടന്റെ ചായപ്പീടി ഉണ്ടായിരിക്കാം. നിങ്ങള് BEdന് ഫസ്റ്റ് റാങ്ക് ഒക്കെ വാങ്ങി ആരെയും മൈൻഡ് ചെയ്യാണ്ടൊന്നും അങ്ങനെ ബസ് കയറി പോകുന്ന അങ്ങനത്തെ സ്വഭാവക്കാരാവരുത്. ഇടയ്ക്ക് ആ നാട്ടിലെ ബേസ് ആയിട്ടുള്ള ആളുകളെ, നമ്മൾ തറവാട് ഉണ്ടായിരിക്കില്ലേ, നിങ്ങൾക്കൊരു തറവാട് ഉണ്ടായിരിക്കില്ലേ, അവിടെ ഒരു പ്രായമായിട്ടുള്ള ഒരു ഉമ്മമ്മ അല്ല ഉപ്പുപ്പ ഉണ്ടായിരിക്കും. അവരൊക്കെ ഒന്ന് ഇടയ്ക്ക് പോയി കാണുക. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ബേസ്മെന്റിൽ നിൽക്കുന്ന ഒരാൾ അവിടെ മണിയടിക്കുന്ന, സോപ്പിടുന്നതല്ല, കൃത്യമായി ബെല്ലടിക്കുന്ന ഒരു അറ്റൻഡർ ഉണ്ടായിരിക്കും. അവരൊക്കെയാണ് അതിന്റെ ബേസ്. നമ്മുടെ കോളേജിലെ പ്രിൻസിപ്പളിനെ കാണുന്ന അതേ ബഹുമാനത്തോടു കൂടി കോളേജിലെ അവിടുത്തെ പിയൂണിനെയും നമുക്ക് കാണാൻ സാധിക്കണം എന്നുള്ള ആ ബേസ്മെന്റ്. ഹലോ
ഒരു ഹൈഷ ബേസ് ഒന്ന് മ്യൂട്ട് അത് ചെയ്തോ. നമുക്ക് തീരുമാനിക്കാൻ പറ്റും നമ്മുടെ ബേസ്മെന്റ് എന്താണെന്നുള്ളത്. വീട്ടിലാളുകളുണ്ട്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ തറവാട് എന്ന് പറഞ്ഞ കാര്യം, അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞുനാളിൽ പഠിപ്പിച്ച ഒരാള്, ഇത് ഒരു വെൻ ഡയഗ്രാം വരച്ചു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ട്. ഒരു പദസൂര്യൻ വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബേസ് എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമ്മുടെ കാലിന്റെ അടിയിലെ മണ്ണ് എന്നൊക്കെ നാടൻ ഭാഷയിൽ പറയും. അതിനെ മറക്കാതെ നമ്മൾ തല മറന്ന് എണ്ണ തേക്കുക എന്നൊക്കെ പറയും. ആ തലയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ ബേസ്മെന്റ്. അതിനോടൊരു ആദരവുണ്ടായിരിക്കും. കണ്ടുണ്ടായിരിക്കും, നമുക്ക് ആദ്യമായിട്ട് ജോലി കിട്ടുമ്പോൾ ചില ആളുകൾ അവരുടെ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച മേരി ടീച്ചർക്ക് ഒരു സാരിയൊക്കെ കൊണ്ടു കൊടുക്കുന്നത്. അതൊക്കെയാണ് പഴയത് മറക്കരുത് വർമാജി എന്ന് ഏതോ സിനിമയിലെ ഡയലോഗ് പറയുന്നുണ്ട്. അതേപോലെ പഴയ കാലങ്ങൾ മറക്കാതിരിക്കുക, നമ്മുടെ അടിസ്ഥാന കാര്യങ്ങൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ള കാര്യം. നമ്മളെപ്പോഴും പിറുപിറുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ശബ്ദം വേണമെന്നില്ല, നമ്മളോട് തന്നെ നടത്തുന്ന സെൽഫ് ടോക്ക് അല്ലെങ്കിൽ ഗ്രംബ്ലിങ്, എന്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോയി, ഇത് വളരെ അപകടകരമായ സാധനമാണ്. നമ്മളോട് സംസാരിക്കുന്ന, നിരന്തരം ആവർത്തിക്കുന്ന ഒരു കാര്യം നെഗറ്റീവ് ആണെങ്കിൽ അതിനെ ഇന്ന് മുതൽക്ക് ആ സ്വിച്ച് ഓഫ് ചെയ്തിടണം എന്നുള്ളതാണ്. ഒരു നെഗറ്റീവ് നമ്മളോട് പിറുപിറുക്കരുത് എന്നുള്ളതാണ്. പിറുപിറുക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് കുറെ ആൾക്കാർ. വെറുതെ ഇരുന്ന് നമ്മൾ വിചാരിക്കും എന്തോ കിറുക്കാന്ന് വിചാരിക്കും, പക്ഷെ ഒരു കിറുക്കാണ്. അവനവനെ കുറിച്ച് വിപരീതങ്ങൾ ഇങ്ങനെ പിറുപിറുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ നിർത്തണം എന്നുള്ളതാണ്. നമുക്കറിയാം, ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്യം ഓർക്കണം, നമ്മളാണ് നമ്മുടെ രോഗവും മരുന്നും ഡോക്ടറും ചികിത്സയും എല്ലാം. വേറൊരാളെയും പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ടീച്ചേഴ്സിനെ ആരെയും ഒന്നും പറയണ്ട, വീട്ടുകാരെയും പറയണ്ട, ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിനെയും പറയണ്ട, ആരെയും പറയണ്ട. ഇന്ന ആളാണ് എന്നെ എങ്ങനെ ആക്കിയതെന്നൊന്നും ഒരിക്കലും പറയരുത്. നമ്മളാണ് നമ്മളെ ഇങ്ങനെ ആക്കിയത്. അപ്പൊ അത്തരം ഈ ഗ്രംബ്ലിങ് അല്ലെങ്കിൽ സെൽഫ് ടോക്ക്, നെഗറ്റീവ് സെൽഫ് ടോക്സ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ശ്രദ്ധിക്കുക. ഇതിന് വയസ്സും പ്രായമൊന്നും ബാധകമല്ല കേട്ടോ. ഇപ്പൊ ഇതൊക്കെ നമ്മൾ ഇപ്പോൾ നിർത്തിയാൽ നമുക്ക് ഇനിയും അത് ക്ലിയർ ആക്കി എടുക്കാവുന്നതാണ്. ഇതൊക്കെ ഒരു 20 വയസ്സിൽ അറിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഞാനും ചിന്തിച്ചതാണ്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇപ്പൊ തന്നെ അതിന്റെ അത്തരം മാറ്റങ്ങൾ, അവിടെയാണ് നമ്മുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് നമ്മൾ സ്വയം കണ്ടെത്താൻ ആവശ്യപ്പെടുന്നത്. ഇത്
താങ്ക്